ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഓർക്കിഡ് വെള്ളത്തിൽ മുളക്കും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഓർക്കിഡ് മുളച്ചിരിക്കുന്നതെല്ലാം ഞാൻ കാണിച്ചിരുന്നു. വെള്ളത്തിൽ, അതായത് മഴവെള്ളത്തിലാണ് അത് മുളച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ചൂടുവശം നമുക്ക് കാണാം, ഇവിടെ ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ആ കമ്പ് വെച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് മുറിച്ചെടുക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് മുറിച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ തന്നെ വയ്ക്കാം. അതായത് വേറെ ഇവിടെ പിടിച്ചിരിക്കുന്നിരുന്ന ഒരു കമ്പ് ഞാൻ മുറിച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് സാഫ് പുരട്ടി കൊടുക്കാം. മുറിച്ച പീസിൻ്റെ അകത്തും അതുപോലെ നമ്മൾ ഇവിടെ മുറിച്ചെടുത്ത ആ ഭാഗത്തും ഇവിടെയും നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം. കുറിച്ച് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും എന്നോട് ചോദിച്ചു, വെള്ളത്തിൽ വെച്ചാൽ ഇത് മുളക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാണോ എന്ന്. അപ്പോൾ ഞാൻ മുളച്ചിരിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഈ മുളച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, വെള്ളത്തിൽ നട്ടുവെച്ചതാണിത്. ഇത് ഞാൻ കുപ്പിയിൽ നിന്നും ഊരി കാണിക്കാം. ഇത് കണ്ടോ, കുറച്ച് ഭാഗം ചീത്തയായി, പക്ഷേ തൈ മുളച്ചു വന്നു. ഉണ്ടോ, അത്രയും നമുക്ക് വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിരുന്നതിൻ്റെ സംശയം ഞാൻ തീർക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇതിൽ ഗ്രീൻ കെയറും സാഫുമാണ് ഞാൻ ഈ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത്. ഞാനിത് മുളച്ച് കണ്ടപ്പോൾ വേറെ ഒരു കമ്പും കൂടി ഇതുപോലെ നട്ടുവെച്ചു. ഇത് കണ്ടോ, ഒത്തിരി കമ്പുകൾ ഞാൻ അതുപോലെ തന്നെ നട്ടുവെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് വെയിലൊന്നും കൊള്ളാതെ തണലത്ത് വയ്ക്കുക. കൂടാതെ ഇതിൽ കറ്റാർ വാഴയുടെ ജ്യൂസ് ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രീറ്റ് ചെയ്ത ചകിരി വെച്ച് അതിനകത്ത് കരിയും വെച്ച് ഞാൻ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ ചെറിയ ചട്ടികളിൽ ചിരട്ട വെച്ചുകൊണ്ട് ഞാനിതെല്ലാം മുളപ്പിച്ചതാണ്. അതിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് പിടിപ്പിച്ചതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ടാണ് പിടിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ചിരട്ടയിൽ വെച്ച് ഒന്ന് പിടിപ്പിച്ച് നോക്കൂ. ഇതുണ്ടോ, ഇഷ്ടംപോലെ തൈകളാണ്. അങ്ങനെ ഞാൻ ചിരട്ട തന്നെ ഇതിലെല്ലാം ചിരട്ട വെച്ചാണ് ഞാൻ മുളപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, കുഞ്ഞു തൈ വരെയും ഞാൻ മുളപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.